നമ്മുടെ തക്കാളിയിലൊക്കെ നിറച്ച് തക്കാളിക്കായിട്ടുണ്ട്. കണ്ട ഒരുമാതിരി വലിയ തക്കാളിക്കായി. ഇതിലെല്ലാം തക്കാളിക്ക നിറച്ചുണ്ടായിട്ടുണ്ട്. ചീര കണ്ട, ഈ ചീര വിത്തിന് നിർത്തിയേക്ക് നല്ല നീളം വെച്ച് ചീരയ്ക്ക്. എല്ലാം തക്കാളിക്ക നിറച്ചായി. ഞാനിതിനെ ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇടാറ്, അല്ലാതെ വളങ്ങളൊന്നും മേടിച്ചിടാതെ ചാണകപ്പൊടിയാണ് ഞാൻ കൂടുതലും എല്ലാ കൃഷികൾക്കും ഇടുന്നത്. ചീരത്തൈ നിൽക്കുന്നുണ്ട്. ഈ ചീരത്തൈ ഒത്തിരി അടുത്തടുത്ത് പോയി ഇച്ചിരിയുടെ വലിപ്പം വെച്ചിട്ട് വേണം ഇതെല്ലാം പറിച്ച് ഇടയ്ക്ക് വന്ന് വലുത് നോക്കി പറിച്ച് മാറ്റി വയ്ക്കണം. അകത്തെല്ലാം പോച്ചകളൊക്കെ കിളിച്ച് പോച്ചയും പറിച്ച് കളഞ്ഞ് അകത്ത് നിൽക്കുന്ന കളകളെല്ലാം പറിച്ച് കളയണം. പിന്നെ പച്ചച്ചാണകം നല്ലതായിട്ട് കലക്കി ഇതിനകത്ത് ഒഴിച്ചാൽ മതി. പച്ചച്ചാണകവും ചാണകപ്പൊടിയാണ് ഞാനിടുന്ന വളങ്ങൾ. ഈ തക്കാളിക്കാണ് വലിയ തക്കാളിക്ക് നല്ല വലിപ്പം വെച്ച തക്കാളിക്കേക്ക് ഒരു തക്കാളി വാടി നിൽക്കുന്നു. മണ്ണിൻ്റെ ആണോന്ന് അറിയത്തില്ല, വാടി നിൽക്കുന്നു. ഇതൊക്കെ പൂത്തതേ ഉള്ളൂ. പൂത്ത് എല്ലാം തക്കാളിക്ക ഉണ്ടായിട്ട്. ഇതെല്ലാം തക്കാളിക്ക ഉണ്ടായി കേട്ടോ. കണ്ട് ഒരു കൊല 4ഉം 5ഉം ഒക്കെ തക്കാളിക്ക വെച്ചുണ്ടായേക്കുന്നത്. ഇടയ്ക്കൊക്കെ ഓരോ വാഴ വിത്തും ഞാൻ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയുടെ ഇടയ്ക്ക് തക്കാളി പോയി കഴിയുമ്പോഴത്തേന് വാഴ വിത്ത് വലുതാകും. ഇവിടെല്ലാം ഇടയ്ക്കിടയ്ക്ക് വാഴ വിത്ത് കുഴിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ പന്നി കയറാതിരിക്കാനായിട്ടേ ഞാൻ ആസ്പെറ്റോസ് അടിച്ച് വെച്ചേക്കുക, കമ്പി അടിച്ചിട്ട് അതിനകത്ത് കയറ്റി വെച്ചേക്കുക. കൊച്ചു കൃഷികളൊക്കെ ഉണ്ട്. ചീര കുറച്ചൊക്കെ നമ്മൾ പറിച്ച് കൊടുത്തു. ഇനി അടുത്ത പാകിയതാണിത്. എല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഇത് ചീര നിൽക്കുന്നു. ചീരയ്ക്കൊക്കെ വെള്ളം ഒഴിച്ച് വൈകിട്ട് നിറയെ തക്കാളിക്ക ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വലിയ വളങ്ങളും ഒന്നും ചെയ്യേണ്ട. ഇതിന് ഇച്ചിരി വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ചിതറിയാൽ മതി. നല്ലതായിട്ട് കായ തരും നമുക്ക്. തക്കാളിക്ക് നല്ല വെയിലുള്ളിടത്ത് വേണം നമ്മൾ ഈ തക്കാളിയൊക്കെ നടാനായിട്ട്. നല്ല ചുമന്ന ചീരയാണ് കേട്ടോ. ഈ ചീരയൊക്കെ ഒത്തിരി അങ്ങ് അടുത്ത് പോയി. ഇതിനകത്തു നിന്നൊക്കെ പറിച്ച് മാറ്റണം. പിന്നെ വാഴയൊക്കെ ഇത്രയായി പരിവൊക്കെ ആയിട്ടുണ്ട്. വാഴ ഇടയ്ക്കിടയ്ക്ക് ചീനിക്കമ്പുമൊക്കെ നട്ടിട്ടുണ്ട്. ഈ ചീര കണ്ട പൂത്ത് നിൽക്കുന്നു. പച്ചച്ചീരയാണിത്. ചീരയൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പച്ചച്ചീരയായി നിൽക്കുന്നത്. പിന്നെ ഈ ഓലയിട്ട് മൂടിയേക്കുന്നത് ഇഞ്ചിയാണ്. നമ്മൾ ഉണക്കണിക്കാതിരിക്കാനായിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഓലയിട്ട് മൂടിയിട്ടേക്കുക. ഉണ്ട് ചീര നിൽക്കുന്നുണ്ട്. നിറയെ പച്ചച്ചീര കിളിക്കുന്നുണ്ട്. അല്ല, ഇതും ഇഞ്ചിയാണ്. ഇടയ്ക്ക് 2 മഴ പെയ്തപ്പോൾ ഇഞ്ചിയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഞ്ചി കിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഞ്ചി കിളിക്കുന്നുണ്ട്. പച്ചച്ചീര നിറയെ ഉണ്ടാകുന്നുണ്ട്.